5 മാസമായി തുടരുന്ന ഇറാൻ യുദ്ധത്തിനിടെ മുങ്ങിപ്പോയ വാർത്തയാണ് ഗാസയിൽ ഇസ്രായേലിന്റെ തുടർച്ചയായ ആക്രമണം. ഓരോ ദിവസവും നിരവധി പേരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടിരുന്നത്. അവസാനമില്ലാത്ത യുദ്ധം എന്ന തരത്തിൽ നീങ്ങിയ ഗാസയിൽ ഒടുവിൽ സമാധാനം പുലരുന്നു. വിരോധാഭാസം എന്നത് അതിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കയ്യൊപ്പ് ഉണ്ട് എന്നതാണ്. ഗാസയിലെ ഹമാസ് ഉൾപ്പെടെയുള്ള എല്ലാ സായുധ ഗ്രൂപ്പുകളെയും പൂർണ്ണമായും നിരായുധീകരിക്കുന്നതിനായി ബോർഡ് ഓഫ് പീസ് കരാറിലെത്തിയതായി ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇത് ചരിത്രപരമായ നേട്ടമാണ് എന്നും സ്ഥിരമായ സമാധാനത്തിലേക്കും സുരക്ഷയിലേക്കുമുള്ള വൻ ചുവടുവെപ്പാണ് ഇതെന്നും സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് കുറിച്ചിട്ടുണ്ട്. ഗാസയിൽ പുതിയ പലസ്തീൻ സർക്കാർ നിലവിൽ വരുന്നതിലേക്കുള്ള നിർണായക ചുവടുവെപ്പാണ് ഇതെന്നും ട്രംപ് വ്യക്തമാക്കുന്നു. ബോർഡ് ഓഫ് പീസിന്റെ സമ്പൂർണ്ണ നിരായുധീകരണ പദ്ധതിയോട് ഹമാസ് പൂർണ്ണമായും യോജിച്ചു. ഉടൻ തന്നെ ഇത് സംബന്ധിച്ച അറിയിപ്പുണ്ടാകുമെന്നും മുതിർന്ന ഹമാസ് ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് BBC റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇത് സംബന്ധിച്ച ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഔദ്യോഗിക പ്രതികരണത്തിന് കാത്തിരിക്കുകയാണ്. നിരായുധീകരണം പൂർത്തിയാകുന്ന മുറയ്ക്ക് ഇസ്രായേൽ ഗാസയിൽ നിന്ന് പിന്മാറുമെന്നാണ് കരാറിൽ പറയുന്നത്. അമേരിക്കയുടെ മധ്യസ്ഥതയിലുള്ള ഗാസ വെടിനിർത്തൽ പദ്ധതിയുടെ 2ാം ഘട്ടത്തിൽ ഹമാസിന്റെ നിരായുധീകരണവും ഗാസയുടെ പുനർനിർമ്മാണവും ഉൾപ്പെടുന്നുണ്ട്. ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായി താൻ മുന്നോട്ടുവെച്ച 20 ദിന പദ്ധതിയുടെ നിർണായകമായ ഘട്ടമാണ് ഇതെന്ന് ട്രംപ് വ്യക്തമാക്കുന്നു. ഈ കരാർ സാധ്യമാക്കുന്നതിൽ മധ്യസ്ഥത വഹിച്ച ഈജിപ്ത്, ഖത്തർ, തുർക്കി എന്നീ രാജ്യങ്ങൾക്ക് ട്രംപ് നന്ദി പറഞ്ഞു. അടുത്ത ഘട്ട മധ്യസ്ഥ ചർച്ച കെയ്റോയിൽ വെച്ച് നടത്തുമെന്ന് ഈജിപ്ഷ്യൻ മാധ്യമങ്ങളെ ഉദ്ധരിച്ച് ഫ്രാൻസ് പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. ഇസ്രായേൽ സൈന്യം അവരുടെ കടമകൾ നിറവേറ്റുന്നതിൽ പരാജയപ്പെട്ടാൽ ഹമാസ് കരാറിന്റെ ഒരു ഭാഗവും നടപ്പിലാക്കില്ല എന്ന് ഹമാസ് ചർച്ചാ പ്രതിനിധി സംഘത്തിലെ അംഗമായ ഗാസി ഹമദിനെ ഉദ്ധരിച്ച് അൽ ജസീറയും റിപ്പോർട്ട് ചെയ്യുന്നു. ഈ ചർച്ചകൾ ബുദ്ധിമുട്ടുള്ളതും ദുഷ്കരവുമായിരുന്നു. സാധ്യമായ ഏറ്റവും മികച്ച ഫോർമുലയിൽ എത്തിച്ചേരാൻ തങ്ങൾ ശ്രമിച്ചു എന്നുമാണ് ഗാസി ഹമദ് പറഞ്ഞത്. ഗാസയിൽ നിന്ന് ഇസ്രായേൽ പിൻവാങ്ങുന്നതിനെയും ഗാസയുടെ പുനർനിർമ്മാണത്തിലെ പുരോഗതിയെയും ആശ്രയിച്ചായിരിക്കും നിരായുധീകരണമെന്ന് ഹമാസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു. വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിലും ഗാസയിൽ ഇപ്പോഴും ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ തുടരുന്നുണ്ട്. കരാർ പ്രഖ്യാപനം വരുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് ഗാസ മുനമ്പിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 4 പേർ കൊല്ലപ്പെട്ടു. ഖാൻ യൂനിസിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 8 വയസ്സുകാരി കൊല്ലപ്പെട്ടിരുന്നു. വെടിനിർത്തൽ പ്രഖ്യാപിച്ച ശേഷം ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ 1200 പലസ്തീനുകളാണ് കൊല്ലപ്പെട്ടത്. ഹമാസ് പ്രവർത്തകരെയാണ് ലക്ഷ്യമിടുന്നത് എന്നാണ് ഇസ്രായേലിന്റെ വാദം. കരാർ നിലവിൽ വരുന്നതിന് മുൻപ് ആയുധങ്ങൾ ഇസ്രായേലിന് കൈമാറുന്നതിന് പകരം ഒരു പലസ്തീൻ സമിതിയുടെ കീഴിൽ സൂക്ഷിക്കാൻ തയ്യാറാണ് എന്ന് ഹമാസ് പറഞ്ഞതാണ്. എന്നാൽ ഇത് അമേരിക്ക സമ്മതിച്ചില്ല. ഒരു ഭരണകൂടം, ഒരു നിയമം എന്നതാണ് നയമെന്ന് അമേരിക്ക ആവർത്തിക്കുന്നു. അതിനോട് വഴങ്ങുകയായിരുന്നു ഹമാസ്. ആദ്യമായാണ് തങ്ങളുടെ ഭരണപരമായ പങ്ക് ഉപേക്ഷിക്കാനും ഗാസയുടെ ഭരണം മറ്റൊരു പലസ്തീൻ വിഭാഗത്തെ ഏൽപ്പിക്കാനും ഹമാസ് തയ്യാറാകുന്നത്. വെടിനിർത്തലിനും അപ്പുറം പോകുന്ന ഘട്ടം ഘട്ടമായുള്ള ഒരു പദ്ധതിയാണ് ഹമാസ് അംഗീകരിച്ചത്. ഒരു ഇടക്കാല പലസ്തീൻ ഭരണകൂടത്തിലേക്ക് അധികാരം കൈമാറുന്നതിനും ആ പ്രദേശത്തെ ഹമാസിന്റെ ഭരണ സംവിധാനം ഇല്ലാതാക്കുന്നതിനും വഴിയൊരുക്കുന്നതാണ് കരാർ. പരിവർത്തന കാലയളവിൽ ഗാസയുടെ ഭരണനിർവഹണത്തിനായുള്ള ഒരു സ്വതന്ത്ര ദേശീയ സമിതി സിവിലിയൻ ഭരണത്തിന്റെയും ആഭ്യന്തര സുരക്ഷയുടെയും ചുമതല ഏറ്റെടുക്കും. ഗാസയിലെ ആയുധ നിയന്ത്രണം, ലൈസൻസ് വിതരണം, പോലീസ് പ്രവർത്തനങ്ങളുടെ മേൽനോട്ടം എന്നിവ നിർവഹിക്കാൻ അധികാരമുള്ള ഏക ഏജൻസിയായി നാഷണൽ കമ്മിറ്റി ഫോർ ദി അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഗാസ മാറും. പ്രതികാര ആക്രമണങ്ങൾ, സൈനിക പരേഡുകൾ, സായുധ പ്രകടനങ്ങൾ, അധികാര കൈമാറ്റത്തെ തടസ്സപ്പെടുത്താൻ സാധ്യതയുള്ള മറ്റ് പ്രവർത്തനങ്ങൾ എന്നിവ നിരോധിക്കുന്ന ഒരു സമാധാന കരാറിൽ ഒപ്പുവെക്കാൻ എല്ലാ പലസ്തീൻ വിഭാഗങ്ങളോടും കരാർ ആവശ്യപ്പെടുന്നു. ആഭ്യന്തര സുരക്ഷ കൈകാര്യം ചെയ്യുന്നതിനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം നാഷണൽ കമ്മിറ്റിക്കും അതിന്റെ പോലീസ് സേനയ്ക്കുമായിരിക്കും. ഹമാസിൽ നിന്നും രാഷ്ട്രീയ എതിരാളികളിൽ നിന്നും സ്വതന്ത്രമായി ഗാസ ഭരിക്കാൻ കഴിയുന്ന ഒരു സാങ്കേതിക വിദഗ്ധ ഭരണ സംവിധാനം അഥവാ ടെക്നോക്രാറ്റിക് അഡ്മിനിസ്ട്രേഷൻ സ്ഥാപിക്കുകയാണ് ലക്ഷ്യം. പൊതുസ്ഥാപനങ്ങൾ പുനർനിർമ്മിക്കുന്നതിനും അവശ്യ സേവനങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനും സഹായിക്കുന്നതിനായി ഗാസ, വെസ്റ്റ് ബാങ്ക് കൂടാതെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഴിയുന്ന പലസ്തീൻ പ്രവാസികൾ എന്നിവരിൽ നിന്നുള്ള വിദഗ്ധരെ ഈ ഇടക്കാല ഭരണസമിതിയിൽ ഉൾപ്പെടുത്തും. 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിൽ നടത്തിയ ആക്രമണങ്ങൾക്കും തട്ടിക്കൊണ്ടുപോകലുകൾക്കും പിന്നാലെയാണ് ഗാസയിൽ ഇസ്രായേൽ ആക്രമണം തുടങ്ങിയത്. കഴിഞ്ഞ വർഷം ഒക്ടോബറോടെ അവസാനത്തെ ഇസ്രായേലി ബന്ദിയെയും വിട്ടയച്ചപ്പോഴേക്കും 75,000 പലസ്തീനുകളെങ്കിലും കൊല്ലപ്പെട്ടു കഴിഞ്ഞിരുന്നു. പിന്നീട് സമാധാനം പുനഃസ്ഥാപിക്കാൻ ഉദ്ദേശിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ ബോർഡ് ഓഫ് പീസ് രൂപീകരിക്കുകയായിരുന്നു.
ഇസ്രയേലി ആക്രമണങ്ങളിൽ തകർന്ന ഗാസയെ പുനർനിർമ്മിക്കുക എന്നതാണ് ബോർഡ് ഓഫ് പീസിന്റെ ആത്യന്തികമായ ലക്ഷ്യം. ഗൾഫ് അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെ ഏഷ്യയിലെയും യൂറോപ്പിലെയും നിരവധി രാജ്യങ്ങൾ ബോർഡ് ഓഫ് പീസിൽ അംഗങ്ങളാണ്. ഗാസയിൽ യുദ്ധം നീണ്ടുപോകാൻ കാരണം ഹമാസിന്റെ നിലപാടായിരുന്നു. ഹമാസിന്റെ നിലപാടാണ് കരാറിലേക്ക് എത്തുന്നത് വൈകിച്ചതും. ആയുധം താഴെ വയ്ക്കാൻ അവർ ഇപ്പോഴാണ് തയ്യാറായത്. ഇസ്രായേൽ ഗാസയിൽ ആക്രമണം തുടരുമ്പോൾ ആയുധം താഴെ വയ്ക്കാൻ കഴിയില്ല എന്നതായിരുന്നു ഹമാസ് പറഞ്ഞിരുന്നത്. ഹമാസ് ഒടുവിൽ കരാറിൽ എത്തുമ്പോൾ നിർണായകമാകുന്നത് ഇസ്രായേലിന്റെ നിലപാടാണ്. ഇറാനിലും ഗാസയിലും യുദ്ധം തുടരണം എന്ന നിലപാടാണ് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കൂടി നടക്കാനിരിക്കെ യുദ്ധാന്തരീക്ഷം തനിക്ക് തുണയാകുമെന്നാണ് നെതന്യാഹുവിന്റെ കണക്കുകൂട്ടൽ. ലെബനനുമായി വെടിനിർത്തൽ കരാറിൽ ഏർപ്പെട്ടിട്ടും ഇപ്പോഴും അവിടെ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട് ഇസ്രായേൽ. ഈ സാഹചര്യത്തിൽ ഇസ്രായേലി ഭരണകൂടം എന്ത് തീരുമാനിക്കും എന്നതിന് കാതോർത്തിരിക്കുകയാണ് ലോകം.